അയ്യപ്പേട്ട ADM നവീൻ ബാബുവിന്റെ മരണം അതിന്റെ അന്വേഷണം എങ്ങും എത്തിയിട്ടില്ല. പക്ഷെ ഇന്നാണെങ്കിൽ അദ്ദേഹത്തിന്റെ കുടുംബം നൽകിയിരിക്കുന്ന ഹർജി ഹൈക്കോടതി പരിഗണിക്കുകയാണ്. ഇപ്പൊ പരിഗണിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും നമ്മൾ കയറും വരെ അത് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ പ്രസ്താവന പത്രങ്ങളിലെല്ലാം വന്നിട്ടുണ്ട്. PP ദിവ്യയ്ക്ക് വീഴ്ച പറ്റി, ആരും അറിയാതെ അത്തരത്തിൽ പോയി സംസാരിക്കരുതായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മറ്റെന്തെങ്കിലും കൂടി ഒരു ട്വിസ്റ്റൊക്കെ ഈ കാര്യത്തിൽ വരാനുള്ള സാധ്യതകൾ ഇല്ലേ? ചേട്ടൻ എന്താണ് അത് പരിശോധിക്കുമ്പോൾ തോന്നുന്നത്? അതായത് ഇതുമായി ബന്ധപ്പെട്ട നിരവധി പേര് നമ്മളുമായിട്ട് ഈ വിഷയങ്ങളൊക്കെ വിളിച്ച് സംസാരിക്കാറുണ്ട്. അഭിപ്രായങ്ങൾ നമ്മളെപ്പോലെ തന്നെ പല ചാനലുകാരും ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ ഒരു അഭിപ്രായം, ഒരല്പം മുമ്പ് ഞാനൊരു വ്യക്തിയായിട്ട് സംസാരിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, മുഖ്യമന്ത്രി ഈ കേസിൽ ഇവരെ ഈ പറയുന്ന ദിവ്യയെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ ദിവ്യയെ പാർട്ടി തുടക്കം മുതൽ കുറ്റപ്പെടുത്തിയതും അവരെ ജില്ലാ ഘടകത്തിൽ നിന്ന് ബ്രാഞ്ചിലേക്കൊക്കെ തരം താഴ്ത്തിയതും ഒക്കെ ഉണ്ടല്ലോ. ആ നടപടി ഒക്കെ തന്നെ പിണറായിയുടെ അറിവോടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിണറായി ഇപ്പോൾ അവരെ കുറ്റപ്പെടുത്തിയതിൻ്റെ കാരണമെന്ന് പറയുന്നത് ദിവ്യയിലേക്ക് മാത്രം ഈ കേസ് പോകാൻ സാധ്യതയുണ്ടാകും. ദിവ്യയെ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യും. അപ്പോൾ പിണറായിക്ക് ഇതിൽ നേരിട്ട് ബന്ധമില്ല. കാര്യം ഇതിൽ ഈ നേതാക്കൾ പാർട്ടി ഒന്നാണെങ്കിലും ഇപ്പോൾ ഒരാൾ അദ്ദേഹം സെക്രട്ടറി ആയിട്ടുള്ള ഗോവിന്ദൻ്റെ മകൻ ഇതിൽ പങ്കുണ്ട്. ഗോവിന്ദൻ്റെ മകന് ഈ ഭൂമി ഇടപാടിൽ ഗോവിന്ദൻ്റെ ഭാര്യയുടെ ബന്ധു ശ്യാമള, അവർക്കുണ്ട്, അവരുടെ പേര് PK ശ്യാമള എന്നൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. എന്തായാലും ശ്യാമളയ്ക്ക് ബന്ധമുണ്ട്. അപ്പോൾ ദിവ്യ താൻ ഒറ്റപ്പെടുകയാണോ എന്നൊരു തോന്നലുണ്ടായപ്പോൾ ഞങ്ങളൊക്കെ കൂടെ ഉണ്ടെന്ന് കാണിക്കാനാണ് ഈ ജയിലിൽ പോയി ഈ ശ്യാമളയും പിന്നെ ശ്രീമതി ടീച്ചറും ബാക്കിയുള്ളവരെല്ലാം പോയി വിളിക്കാൻ പോയത്. അപ്പോൾ പക്ഷേ എങ്കിലും ശ്രീമതി ടീച്ചറിനൊന്നും ഇതിൽ പങ്കില്ല. പക്ഷേ ശ്യാമള പോയി എന്നുണ്ടെങ്കിലും ശ്യാമളയൊക്കെ പേടിച്ചില്ല. കാര്യം പോയതിൻ്റെ കാരണം ദിവ്യയിലേക്ക് ഈ കേസ് പോയാൽ, കാര്യം പിണറായി വിജയൻ ഇതിൽ പേടിക്കാനൊന്നുമില്ല. പിണറായി വിജയൻ പേടിക്കാനില്ല എന്നുള്ളത് ബോധ്യപ്പെടുത്താനാണോ ഇത്രയും സമയം എടുത്തതെന്ന് നമുക്ക് ചിന്തിക്കേണ്ടി വരും. കാര്യം P ശശി ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, കാര്യം കാര്യത്തോട് അടുത്ത് വരുമ്പോൾ അപ്പനെയാണ് ഈ നേതാക്കന്മാരെല്ലാം നോക്കുന്നത്. അപ്പന സേഫ്. കാര്യം നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം ഏത് കാര്യത്തിൽ ഇടപെട്ടാലും അതിൻ്റെ ഒടുവിലേക്ക് എത്തുമ്പോൾ തന്നിലേക്ക് ചൂണ്ടുന്ന ഒരു വിരലും അദ്ദേഹത്തിന് നേരെ ഉണ്ടാകില്ല. അത്തരത്തിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് തന്നെയാണ് PP ദിവ്യയിലേക്ക് മാറ്റിയാലും താൻ അതിൽ പെടില്ലല്ലോ, താൻ പെടില്ല എന്ന് മാത്രമായിരിക്കും അദ്ദേഹം നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ശശി പെട്ടാലും അദ്ദേഹത്തിന് ഒന്നും നഷ്ടപ്പെടാനില്ല. ഇപ്പോൾ ഇത്രയും കാലം ശശി കൂടെ ആയിരുന്നു, അതുകൊണ്ടുള്ള നേട്ടം അദ്ദേഹത്തിനും ഉണ്ടായി, ശശിക്കും ഉണ്ടായി. അത് അവിടെ തീർന്നു. ഇനി ദിവ്യ ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടും. ദിവ്യയെ ചിലപ്പോൾ കൊണ്ടുപോയാൽ ദിവ്യ എല്ലാം വിളിച്ചു പറയും. അതിൽ പക്ഷെ പിണറായി ഒഴികെ ചിലപ്പോൾ ഗോവിന്ദനെയും പറയും. ചിലപ്പോൾ അവിടെയാണ് എനിക്കൊരു സംശയം. ഈ നമ്മൾ സംസാരിച്ചു വന്നപ്പോൾ ഒരിക്കലും നമ്മൾ തന്നെ ചർച്ച ചെയ്തതിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഈ ഫോൺ ലിസ്റ്റ് പരിശോധിക്കണം എന്ന് പറഞ്ഞതിൽ പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ, ഭാര്യ ശ്യാമള, മകന്റെ പേര് ഉൾപ്പെടെ വന്നിരുന്നു. പക്ഷേ അതിനുശേഷം അത് ഒരൊറ്റ തവണ ഒന്ന് പറഞ്ഞു പോയി എന്നല്ലാതെ മറ്റൊരു മാധ്യമങ്ങളും തന്നെ ഇത്തരത്തിൽ ഈ ഒരു ചർച്ച മുന്നോട്ട് പോലും കൊണ്ടുപോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതിനകത്ത് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങൾ പറയുന്നത് പോലെ ഒരു ചാനലും ഈ വാർത്ത വരുന്ന ദിവസങ്ങളിൽ എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് ഏഷ്യാനെറ്റ് മാത്രമേ ഉള്ളൂ, ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ കേസിൽ മുഖ്യധാര മാധ്യമങ്ങളിൽ ഒരല്പമെങ്കിലും ഈ കേസ് വരുമ്പോൾ മാത്രമല്ല കേസ് വരുന്നത് മാത്രമല്ല ഈ പറയുന്ന മൂവർ സംഘത്തിന്റെ കുടുംബത്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ മൗനമാണ്. പാർട്ടി സെക്രട്ടറി ഇതിൽ നിന്നും തീർത്തും മാറി നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പാർട്ടി സെക്രട്ടറിയാണ് ഏറ്റവും കൂടുതൽ CBI അന്വേഷണം വരണ്ട എന്ന് വാദിച്ചത്. അപ്പോ ഇതിൽ കൃത്യമായിട്ട് ഒരു പങ്ക് എന്ന് പറയുന്നത് ചേട്ടൻ നേരത്തെ പറഞ്ഞു, പിണറായിക്ക് നേരിട്ട് പങ്കില്ല. പിണറായിക്ക് പങ്കില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഉറപ്പിക്കാമെന്ന് തോന്നുന്നു. കാരണം ഇത്രയും ശേഷം അദ്ദേഹം വാ തുറക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ചില സൂചനകൾ അദ്ദേഹം അങ്ങനെ കാര്യം എന്ന് വെച്ചാലേ ഒക്കെ ആണെങ്കിലും ഇവരൊക്കെ തന്നെ അപ്പന കാര്യം നോക്കുന്ന ആൾക്കാർ തന്നെയാണ്. കാരണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന് ഇതിൽ പങ്കില്ല. ചിലപ്പോൾ അതൊക്കെ അറിയാനും ആൾക്കാരൊക്കെ സമയം എടുത്തിട്ടുണ്ടാവും. അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ സത്യത്തിൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കാര്യം കേൾക്കുക എന്ന് പറഞ്ഞാൽ അത് കേൾക്കുന്നതിന് ഒരു പരിഹാരം
അദ്ദേഹം ഉണ്ടാക്കും എന്നുള്ളത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ പ്രത്യേകത. ഞാൻ അദ്ദേഹത്തെ പോഴ്ത്തിയൊന്നും പറയുന്നൊന്നുമല്ല. എന്ന് വെച്ചാൽ ഇപ്പൊ ദിവ്യയെ വിളിച്ച് കേട്ടിട്ടുണ്ടാകും, പി ദിവ്യയെ വിളിച്ചിട്ട് ഇത് ആരൊക്കെയാണ് ഇതിൽ പെട്ടിരിക്കുന്നത് എന്ന് കാര്യങ്ങൾ അറിയാനായി മുഖ്യമന്ത്രി ചോദിക്കുമ്പോൾ പറയും, നിങ്ങൾ പോയത് തെറ്റ് എന്ന് പറഞ്ഞത് അതിന്റെ തുടക്കമാണ്. ഇത് ആരൊക്കെ പെട്ടിട്ടുണ്ട്. നമ്മൾ പല പ്രാവശ്യം ചർച്ചകളിൽ പറഞ്ഞിട്ടുണ്ട്, സംസ്ഥാന ഘടകത്തിലുള്ള ആ ജില്ലയിലെ, കണ്ണൂർ ജില്ലയിലെ പ്രമുഖരായ ആൾക്കാർ ഇതിലുണ്ട് എന്ന് പറഞ്ഞില്ലേ. അതൊക്കെ തനിക്ക് വേണ്ടപ്പെട്ടവരാണോ ഇല്ലയോ എന്നുള്ളത് അദ്ദേഹം സ്ക്രീൻ ചെയ്യും. അദ്ദേഹം സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീനിങ്ങിൽ അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവരില്ല എന്നുണ്ടെങ്കിൽ അതിനെ കീറി അദ്ദേഹം കീറുക തന്നെ ചെയ്യും. ആ കീറലിന്റെ തുടക്കമാണ് ഈ വന്നിരിക്കുന്നത്. അപ്പൊ ദിവ്യ ഇതിൽ കോർണർ ചെയ്ത് ദിവ്യയെ ജയിലിലേക്ക് പോകണമെങ്കിൽ ദിവ്യ എല്ലാം വിളിച്ച് പറയും, അത് ഉറപ്പാ. ദിവ്യ എല്ലാം വിളിച്ച് പറയും. ഗോവിന്ദൻ ഇപ്പൊ ഈ സംസ്ഥാന സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ ഗോവിന്ദൻ കോടിയേരിയുടെ നോമിനിയാണ്. കോടിയേരി മരണക്കിടക്കൽ കിടന്നുകൊണ്ട് കോടിയേരി പറഞ്ഞതാണ് തൻ്റെ ആളായിട്ട് ഇദ്ദേഹത്തിന് ഗോവിന്ദനെ ജില്ലാ സെക്രട്ടറി. കാര്യം ഗോവിന്ദനെ സംബന്ധിച്ച്, ഗോവിന്ദൻ എന്ന പാർട്ടി ക്ലാസ് എടുക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഗോവിന്ദന്റെ ഭാര്യ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഈ പേര് ഇപ്പം സാജന്റെ മരണം മുതൽ ഇങ്ങേ അറ്റം വരെ ആ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പേരുദോഷമാണ് ഗോവിന്ദൻ ഉണ്ടായിട്ടുള്ളത്. അതിനപ്പുറം അങ്ങനെ കൈയിട്ട് വാരുകയോ വെട്ടിക്കുകയോ തട്ടിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടാവുന്നില്ല. ഗോവിന്ദൻ എന്ന് പറയുന്ന സഖാവിന് ഈ മുഖ്യമന്ത്രി കസേരയിലേക്ക് ഒരു നോട്ടം ഉണ്ട്. അതൊക്കെ ഈ പറയുന്ന പോലെ ഇപ്പൊ അദ്ദേഹം അങ്ങനെയൊന്നുമില്ല. അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല. ഈ പാർട്ടിയെ സംബന്ധിച്ച് അതിൻ്റെയൊക്കെ ഒരു മെറിറ്റൊക്കെ നോക്കിയിട്ട് അവർ തീരുമാനിക്കുള്ളൂ. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഈ സമ്മേളന കാലയളവിൽ ഈ കോഴിക്കോട് ജില്ലയിൽ എത്തുമ്പോൾ ദിവ്യ സൂക്ഷിക്കണമായിരുന്നു എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അത് ഗോവിന്ദനെതിരെയും ഒരു ഒളിയമ്പാണ്. കാര്യം ഗോവിന്ദനാണ് സംസ്ഥാന ഘടകത്തിൽ ഇതിൽ പെട്ടിരിക്കുന്ന ഒരാൾ, അല്ലാതെ വേറെ ഗോവിന്ദന്റെ ഭാര്യ ഇതിൽ പെട്ടിട്ടുണ്ട്, മകൻ പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് പറയുമ്പോൾ തീർച്ചയായിട്ടും കേസ് അന്വേഷണം ഇപ്പൊ കോടതി പറയുന്നു പോണം, സുപ്രീം കോടതിയിൽ പോയാലും ഇല്ലെങ്കിൽ ഇവിടുന്ന് ഇപ്പോൾ ഡിവിഷണൽ ബെഞ്ചിന്റെ ഇത് വന്നിട്ടില്ല, ഇന്ന് കേസ് എടുക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഈ നിമിഷം വരെ കേസ് എടുത്തില്ലെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ CBIക്ക് വിട്ടാലും ഞാൻ പറയട്ടെ, CBI വരണമെന്ന് പറഞ്ഞപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നോ എന്ന് പറയുന്ന മുമ്പ് ആരാ പറഞ്ഞത്? സെക്രട്ടറിയാണ് പറഞ്ഞത്. അപ്പൊ സെക്രട്ടറിയുടെ വാക്ക് പിന്നെ ശിരസ വഹിക്കേണ്ടി വന്നു. ആർക്ക്? സർക്കാരിന്. സർക്കാർ അറിയാം. കാര്യം സെക്രട്ടറി ആദ്യമേ പറയുന്നു വേണ്ടാന്ന്. അവ അറിയാതെ ഭയപ്പാട് എന്നതിനേക്കാൾ അല്ല, അയാൾ ആദ്യമേ കയറി ഗോൾ അടിക്കുവാണ്. നമ്മളിപ്പോ ഈ പറയുന്ന പോലെ അതിന്റെ വരട്ടെ സമയമാവട്ടെ എന്ന് പോലും നോക്കിയില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് CBI അന്വേഷണം വരുമ്പോൾ സർക്കാർ ചിലപ്പോ ഭാഗികമായിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ. കാര്യം ഇത് ഇപ്പൊ പാർട്ടി ചർച്ചകൾ, ഇപ്പോൾ ഈ നടക്കുന്ന ചർച്ചകളിലൊക്കെ സ്വയം വിമർശനമൊക്കെ വരാറുണ്ടല്ലോ. ഇപ്പൊ ഷംസീർ TPയുടെ മോന്റെ കല്യാണത്തിന് പോയി ഇത് ചർച്ചയായിട്ടുണ്ട്. അപ്പൊ അതുപോലെ മുഖ്യമന്ത്രി അല്ലെങ്കിൽ സർക്കാർ പാർട്ടി സെക്രട്ടറിക്കെതിരെ വരത്തക്ക രീതിയിൽ CBI അന്വേഷണം ഇപ്പൊ മിണ്ടിയില്ലല്ലോ എന്നൊക്കെ ചോദിക്കും. പാർട്ടിയിൽ സ്വയം വിമർശനം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഇദ്ദേഹം ചിലപ്പോൾ ഭാഗികമായിട്ട് ചിലപ്പോൾ പറയും, തള്ളുമെങ്കിലും അൾട്ടിമേറ്റ് ആയിട്ട് ഇത് CBI അന്വേഷണത്തിന് പോകണം എന്നൊരു തീരുമാനത്തിൽ പോകുന്നതിന്റെ സൂചനയാണ് ഈ കാണുന്നത്. അല്ലെങ്കിൽ PP ദിവ്യ ഈ പറയുന്ന പോലെ ഈ കേസിൽ അകത്തേക്ക് പോയാൽ PP ദിവ്യ അടപടലം എല്ലാത്തിനെയും പൂർണ്ണ രീതിയിൽ കാര്യങ്ങളെല്ലാം വെളിച്ചത്ത് വരുത്തും എന്നുള്ള PP ദിവ്യ അങ്ങനെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ സത്യത്തിൽ പിണറായി വിചാരിക്കുന്നതും ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ എന്റെ മേത്ത് കൃത്യമായിട്ട് ആരൊക്കെയാണ് അതിന് അദ്ദേഹം വിളിച്ചിരുത്തി കേട്ടിട്ടുണ്ട്. ദിവ്യ എല്ലാവരെയും അദ്ദേഹം കേൾക്കുന്ന ഒരാൾ തന്നെ. ഈ അദ്ദേഹത്തിന്റെ പ്രത്യേകത വെച്ചാൽ അദ്ദേഹം മുഖ്യമന്ത്രി കൂടെ തന്നെ ഇവരോടൊക്കെ കൃത്യമായ രീതിയിൽ അദ്ദേഹം എന്താണ് നടന്നിട്ടുള്ളത് എന്നുള്ളത് ചോദിച്ചറിഞ്ഞു. മുഖ്യമന്ത്രിയാണ്, പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ആളാണ്, അദ്ദേഹത്തിന് കണ്ണൂരാണ്, അറിയാവുന്നതാണ്. ദിവ്യയെ നന്നായിട്ട് അറിയാം. ഇത് ആരൊക്കെയാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. ചിലപ്പോൾ വിഹിതം കിട്ടുമായിരിക്കും, അത് കിട്ടുമായിരിക്കും. അത് അദ്ദേഹം നേരിട്ടൊന്നും വാങ്ങിയൊന്നുമില്ല. അതാണ് നമ്മൾ പറഞ്ഞ പാണ്ഡ്യാല ഷാജിയേട്ടനൊക്കെ സംസാരിക്കുമ്പോൾ ഒരിക്കലും അദ്ദേഹം ഇതിന്റെ നേരിട്ട് പോവില്ല. അദ്ദേഹം പോവില്ല. അത് ഈ ചെല്ലുന്ന അമ്പ് തന്നിലേക്ക് വരുന്നുണ്ടോ എന്ന് വന്നേക്കാമെന്ന് മുൻകൂട്ടി അറിഞ്ഞ് അതിന് അപ്പോഴേ തന്നെ മാറുന്ന ഒരാളാണ്. അതുകൊണ്ട് ഈ കേസ് ഇപ്പൊ ദിവ്യയെ പൂട്ടും എന്നുള്ള കാര്യം ഏതാണ്ട് ദിവ്യയിലേക്ക് തന്നെ വരുന്നതും ഈ പറയുന്ന പോലെ പാർട്ടിയുടെ ഒരു തീരുമാനമാണ്. കാര്യം ഒരുപാട് പേരെ രക്ഷപ്പെടുത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ഒരുപാട് പേരിലേക്ക് പോകേണ്ട, എല്ലാം കൂടെ ഒന്നിലേക്ക് വരട്ടെ എന്നൊരു തീരുമാനത്തിന്റെ ഭാഗമാണ് ദിവ്യയെ പറഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രി ഇതുകൂടെ പറഞ്ഞ സ്ഥിതിക്ക് ദിവ്യയിലേക്ക് അന്വേഷണം പോകാനുള്ള സാധ്യത തന്നെ വരും. അപ്പോൾ ദിവ്യ പോവുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരെയും പേര് വിളിച്ചു പറയും. അപ്പോൾ തനിക്ക് ശേഷം പ്രളയമാണ് ആണെങ്കിൽ ആയിക്കോട്ടെ, തൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം, തൻ്റെ എല്ലാ അഭീഷ്ടവും കഴിഞ്ഞു, ഇനി ഭരണത്തിൽ വന്നാൽ എന്ത് വന്നില്ലെങ്കിൽ എന്ത്, എല്ലാം കുളമാക്കി ഇങ്ങിടുമല്ലോ. സംഭവം തീർന്നു, അത്രയേ ഉള്ളൂ.